3 വർഷം മുമ്പ് ചെയ്ത ഒരു ഫോട്ടോഷൂട്ട് അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ, മെൻ്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്ന് തെളിയിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ ഈ കാണിച്ചു കൂട്ടിയത്. എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു, ആ മകൾക്ക് ഇപ്പം ഇതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിടാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ആ പെണ്ണ് എങ്ങനെയും പോയി പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ആ കൊച്ചിനോട് ഇതുപോലെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓർത്തിട്ടുണ്ടോ? ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ടോപ്പിക് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ദിയ സുജിത്തും അതുപോലെ തന്നെ ഷെഫീന ബീബിയും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ ദയ സുജിത്തിനെ കുറിച്ച് ഷെഫീന ബീബി പറഞ്ഞ കുറച്ച് വാക്കുകൾ. എങ്ങനെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് ഇത്ര വൃത്തികെട്ട രീതിയിൽ, ഇത്ര വൃത്തികെട്ടെന്ന് വെച്ചാൽ ഞാനും പറഞ്ഞിട്ടുണ്ട് ജസ്നിയോട്, പക്ഷെ ഇത്ര ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എന്നെയും കടത്തി വെട്ടി പോയേക്കുന്നു. ആ ദയ സുജിത്ത് എന്ന് പറയുന്ന സ്ത്രീ, ആ കുട്ടിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതൊരു ഫാഷൻ സ്റ്റൈലിംഗ് ആണ്, ഗ്രാജുവേറ്റഡ് ആണ്. നമ്മളെപ്പോലെ തന്നെ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ അതൊരു ഫേമസ് ആക്ട്രസിൻ്റെ മകളാണ്. ഞങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ആ കുട്ടിയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഒരു 2-3 ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്തു. ശരിയാ, മോഡലിങ്ങിനും സ്റ്റൈലിങ്ങിനും ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്സ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തേന്ന് പറയുമ്പം പല പോസുകളുണ്ട്, അത് ചെയ്യണം. ആ രീതിയിലൊക്കെ ചെയ്ത് ആണ്. മൂവി സിനിമ കണ്ടിട്ടില്ല നിങ്ങൾ? അത് ഒന്നും അറിയാത്ത വിക്രമിനെ നല്ലൊരു സ്റ്റൈലിഷ് സ്റ്റാറാക്കി എമി ജാക്സൺ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒന്നും അറിയത്തില്ല. അവനപ്പോൾ ഓരോ പോസുകൾ കാണിച്ചു കൊടുത്ത് അവനെ നല്ല രീതിക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഡ്രസ്സിനോട് നമുക്ക് അത്ര യോജിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും പറയും നമ്മുടെ കേരള സംസ്കാരം. ഈ കേരള സംസ്കാരത്തിൽ എന്നു മുതലാണ് സ്ത്രീകൾ ഡ്രസ്സ്, അതായത് മേൽമുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയത്? പണ്ടൊരു കാലത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതേ കേരളത്തിൽ തന്നെ സമരം ചെയ്തിട്ടുണ്ട്. താന്ന ആൾക്കാർ മേലെ ഉള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞ് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തഞ്ചാവൂർ, തമിഴ്നാട്ടിലോട്ട് പോയാൽ കാണാൻ പറ്റും ഓരോ ശില്പങ്ങൾ കൊത്തി വച്ചിരിക്കുന്നത്, അതും അമ്പലങ്ങളിൽ. ഏതൊക്കെ രീതിയിലാണ്? അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആ നാച്ചുറലായിട്ടുള്ള ഇതാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് മ്യൂറൽ എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ് ആർട്ട് എന്ന് പറയുന്നത്. കേരള മ്യൂറൽ ആർട്ട്, കേരള ചുവർ ചിത്രം എന്ന് പറയുന്നത് ദേവിയുടെ ഫോട്ടോസ് പലതും ശ്രദ്ധിച്ചാലറിയാം. പകുതി മറിച്ച ഫോട്ടോസ് ഉണ്ട് അതിൽ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അതുപോലെ തന്നെ ബസ്സിൽ കയറി അവർക്ക് ഇങ്ങനാണ്, അങ്ങനെയാണ്. ആ ഫെമിനിസം എന്നൊന്നും ആ കൊച്ചു പറഞ്ഞിട്ടില്ല. ദയ സുജിത്ത് ഫെമിനിസം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും നമുക്കുമുണ്ട്, മറ്റുള്ളവർക്കുമുണ്ട്. ഒരു മയത്തിലൊക്കെ നമുക്ക് പറയാം, റിയാക്ഷൻ ചെയ്യാം, വീഡിയോ ചെയ്യാം. ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ചിട്ടല്ലെങ്കിൽ ഒരു മാന്യമായ ഭാഷയിൽ പറയാമായിരുന്നു, ഇങ്ങനല്ല ചെയ്യേണ്ടത്, ഇത് നമുക്ക് കൊള്ളത്തില്ല എന്നൊക്കെ പറയാമായിരുന്നു. അതിന് പകരം
വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഭാഷകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ലെന്ന് പറയുന്നുമില്ല. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. അന്ന് ഈ പറയുന്ന സ്ത്രീയും വേറെ 2 സ്ത്രീകളും കൂടെ ചേർന്നാണ് അവർ സപ്പോർട്ട് നിൽക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് ജസ്ന എന്ന സ്ത്രീയോട് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചത്. പക്ഷെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് ദിക്കിലേക്കാണ് ഓടിയത്. അതെനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ സമയത്ത് ജസ്റ്റിനെ വിളിച്ച ആ സമയത്ത് ഞാൻ ലൈവ് ഇതുപോലെ എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ഇവർ വന്നു. ഞാൻ പറഞ്ഞ വേറെ 2 സ്ത്രീകൾ വന്നു, വേറെ പലരും വന്നിട്ട് ഞങ്ങളുണ്ട് സപ്പോർട്ടിന്, ഇനി ഏതിന് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പിരിയിളക്കി കയറ്റി വിട്ട ഐറ്റങ്ങളാണ് ഈ 3 എണ്ണം. അതിലൊന്നാണ് ഈ പറയുന്ന ഷെഫീന ബേബി. അവസാനം കേസ് വന്നപ്പം പോയി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനകത്തൊന്നുമില്ല. അവർക്ക് എന്ത് വേണേലും പറയാം, പക്ഷെ അവരെ വിമർശിക്കാനോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അത് നൽകുക ഒരു പാല ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ. അങ്ങോട്ട് എന്തായാലും ഇപ്പം ഞാൻ പറയുന്നതുകൊണ്ട് എന്നെ എന്തായാലും ക്രൂശിക്കുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യം. അത് മുന്നേ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് തന്നെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മകൻ നാളെ കല്യാണം കഴിച്ചു, ഒന്നിന് കൈയില്ലാത്ത ഡ്രസ്സ് ഇട്ട് കാണും, അല്ലെങ്കിൽ കഴുത്തിന് ഇച്ചിരിയും കൂടെ ഇറക്കമുള്ളൊരു ഡ്രസ്സ് ഇട്ടു. ആ കുട്ടിയോട് ഇതുപോലെ നിങ്ങൾ പറയുമോ? നിങ്ങളുടെ മകൻ്റെ മുമ്പ് വെച്ച് പറയത്തില്ലായിരിക്കും ഒരു പക്ഷേ. മകനില്ലാത്ത സമയം നോക്കി വേണമെങ്കിൽ നിങ്ങളത് പറയും. നിങ്ങളുടെ സ്വഭാവം വെച്ചും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സംസാരം വെച്ചും എനിക്ക് മനസ്സിലായത് ഡബിൾ ക്യാരക്ടറാണ്. 2 വള്ളത്തിൽ കാല് ചവിട്ടി കളിക്കുന്ന കളിയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പേരും ഫെമിനിസം. ഈ ഫെമിനിസം എന്ന് വെച്ചാൽ എന്തുവാ? നിങ്ങൾ പറയുന്ന പോലെ തുണി ഊഴി ഉള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കിൽ ഇന്നലെ മെനിങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളെ അമ്മയും അതും അതാണ്, അവർക്കതാണ് താല്പര്യം. ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്? വളർത്തിയതിൻ്റെ കുഴപ്പമാണ്. അപ്പം ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നു, അവരെ അപ്പം വളർത്തിയതിൻ്റെ പ്രശ്നമൊന്നും അവർക്കില്ലേ? ആണുങ്ങൾക്ക് മാത്രം ഒരു മേൽക്കോയ്മ ഇത്രയ്ക്കങ്ങ് വരാനും വേണ്ടിയിട്ട്, അല്ല ഇത്രയ്ക്കങ്ങ് തിളയ്ക്കാനും വേണ്ടിയിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? അങ്ങനെയുള്ള ഡ്രസ്സിങ് ഇഷ്ടമല്ല, ശരി, അത് ഇഗ്നോർ ചെയ്ത് കളയുക. ബാക്കി കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ഇത് മാത്രം ഇഗ്നോർ ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ആ വസ്ത്രധാരണം ഇഷ്ടപ്പെട്ടില്ല, കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വെച്ചാൽ തീർന്നു. ഇതുപോലൊരു വീഡിയോ കേട്ട് വെറുതെ കയറി പോകേണ്ട എല്ലാ ആവശ്യവും ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഏകദേശം കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ രീതിയിൽ ഓരോരുത്തർ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഇച്ചിരിയുള്ള കൊച്ചു പിള്ളേരെ വരെ കൊണ്ടുവന്ന് നമ്മൾ എന്താ പറയുക, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നു, സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു, ഫോൺ അഡിക്ഷൻ മാറാൻ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചു പിള്ളേർ പോലും യൂട്യൂബ് യൂസ് ചെയ്യുന്നതാണ്. അതിൽ കൂടെയൊക്കെ കാണും കേൾക്കും. അപ്പം ആ പിള്ളേർക്ക് മാതൃകയാവേണ്ട നമ്മളെപ്പോലുള്ളവർ
ഞാൻ മാതൃകയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റിനോട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ആളല്ല, അതിനൊത്ത ആളല്ല. പക്ഷേ നിങ്ങളെപ്പോലെ എന്ത് ഇത് കാണിച്ചാലും റിയാക്ട് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന് എന്നോടോ ബാക്കിയുള്ളവരോടോ ദേഷ്യം കാണിച്ചിട്ടോ അവരെ ചീത്ത വിളിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. ഞാൻ മാത്രമല്ല, ഇപ്പം ഒട്ടുമിക്ക എല്ലാവരും ആ വീഡിയോ വെച്ച് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്, ഞാനിപ്പോഴാണ് കണ്ടത്. ഞാൻ കുറേ ലേറ്റായിപ്പോയി എന്നുള്ളത് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ കുറേയേറെ ആൾക്കാർക്ക് നിങ്ങളെ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന രീതി അതത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതേ സ്ഥാനത്ത് ഇപ്പം നിങ്ങളുടെ മകളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു മകളുണ്ട്, ആ മകൾ ഇപ്പം ഒരു ഫാഷൻ ഡിസൈനറാണ്, അല്ലെങ്കിൽ സ്റ്റൈലിഷായിട്ട് ഇങ്ങനെ പോകുന്നൊരു ആർട്ടിസ്റ്റാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കും. ആ കുട്ടിയോട് ഇതുപോലെ വേറൊരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന മാനസിക വിഷമം എത്രത്തോളമായിരിക്കും? ഒരു പോയിന്റ്. നിങ്ങളുടെ മകൾക്കുണ്ടാവുന്ന മാനസിക വിഷമം എത്രത്തോളമായിരിക്കും? രണ്ടാമത്തെ പോയിന്റ്. ഏറ്റവും കൂടുതൽ ഹെർട്ട് ചെയ്യുന്ന ആർക്കാ? ഒരമ്മ എന്ന നിലയിൽ മകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്നാണ് നമ്മളെ അമ്മമാരെല്ലാവരും ചിന്തിക്കുന്നത്. സ്വന്തം മകനൊന്നും പറ്റരുത് എന്നല്ല നിങ്ങൾ ചിന്തിക്കുക. അമ്മയുടെ വേദനയല്ലേ? അമ്മയുടെ വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തോന്നിവാസം വിളിച്ച് പറയാമെന്ന്? ആരും സമ്മതിച്ചിരുത്തില്ല ഇത്. നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ആണുങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് സ്ത്രീകളുടെ ശരീരത്തോട് ആകർഷണം തോന്നുന്ന ഒരു ഇതാണ്. ഇതെന്തോ കാന്തം വല്ലതുമാണ്. ഈ പറയുന്ന ആകർഷണമൊന്നും UAE ചെല്ലുമ്പോൾ മലയാളികൾക്കില്ലല്ലോ. അവിടെ ഇതുപോലുള്ള കേസുകളേ ഇല്ലല്ലോ, ഇതുപോലുള്ള റിയാക്ഷൻസ് ഇല്ല, ഇതുപോലുള്ള ഈ പീഡന കേസില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, പിന്നെ അതുപോലെ പ്രായമായവർ, 70 വയസ്സിന് മേലെ പ്രായമായ അമ്മച്ചിമാർ, അല്ല അങ്ങനെയൊക്കെ ഉള്ളവർ, പിന്നെ ഡെഡ് ബോഡി, അതിനെ പോലും വെറുതെ വിടാത്ത ആണുങ്ങളെ അപ്പം നിങ്ങൾ എന്താ പറയുക? അത് ആരുടെ കുഴപ്പമാണ്? ആ ഡെഡ് ബോഡിയുടെ കുഴപ്പമാണോ? അല്ല, ഇച്ചിരി പോകുന്ന പൊടി പിള്ളേർ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഡ്രസ്സ് ചെയ്ത് നടന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഏതൊക്കെ രീതിയിൽ അബ്യൂസ് ചെയ്യാമോ അതൊക്കെ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അതാ പിള്ളേരിട്ടതിൻ്റെ ഡ്രസ്സിൻ്റെ കുഴപ്പമാണോ? അല്ല. അപ്പം ആരുടെ കുഴപ്പമാണ്? ഇവിടുള്ള നമ്മുടെ ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നിയമം സ്ട്രോങ് അല്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചു വെച്ചാലും ആരും ഒന്നും മിണ്ടത്തില്ല. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്ത് വേണേലും ആകാം, അത് ചോദിക്കാനും പറയാനും ആരും വരത്തില്ല. ഇത് ഡിഫക്ട്സോടെ ഉണ്ടായ കുറച്ച് ആണുങ്ങളുണ്ട്, അവർക്കായിരിക്കും കൂടുതൽ ഇത് തോന്നുന്നത്. അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ദിയ സുജിത്ത് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടു എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. വൈകൃതമായിട്ട് മനസ്സ് വെച്ച് ജനിച്ച ആൾക്കാർ കൊച്ചു കുഞ്ഞെന്നല്ല, പ്രായമുള്ളവരെന്നല്ല, എങ്ങനെയൊക്കെ നമ്മൾ ഒതുഞ്ഞുകൊണ്ട് നടന്നെന്ന് പറഞ്ഞാലും ശരി, ചെയ്യേണ്ടവൻ ചെയ്തിരിക്കും. അതിന് പ്രായം ഒരു ഘടകമല്ല, അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ഒരു ഘടകമല്ല. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി പോകുന്ന കൊച്ചു പിള്ളേർക്ക് എന്ത് ബോഡി ഷേപ്പാണ് ഉള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ സ്ട്രക്ചർ എന്ന്. ഈ പറയുന്ന സ്ട്രക്ചർ ഈ പൊടിപ്പിള്ളേർക്ക് എന്താണുള്ളത്? പത്രത്തിലെ ന്യൂസിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ. 2.5 വയസ്സ് 3 വയസ്സ് ഒക്കെയുള്ള കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നത്. അതിനൊക്കെ എന്ത് സ്ട്രക്ചർ ഉണ്ടായിട്ടാണ് പീഡിപ്പിക്കുന്നത്? അതിനുത്തരം പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം എങ്ങനെയും ഒന്ന് ചൊറിയണം. ശരിക്കും എന്തായാലും ഒന്ന് മാന്ത് കിട്ടിയിട്ടുണ്ട്. മഞ്ജുപിള്ള മാമും അതുപോലെ തന്നെ ദിയ സുജിത്തും എല്ലാം ഫാമിലി എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്ന് ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് താഴെ പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമഭ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിരിക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛൻ മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണി ഇല്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചി വാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ. ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ. വ്യക്തിയുടെ പ്രതിച്ഛായ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ. ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ. അബേറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ. അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവന്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു സ്ത്രീയെ? ഇപ്പം അവരെ വിളിച്ചതുപോലെ തന്നെ നിങ്ങളെയും വിളിക്കേണ്ട ഒരവസ്ഥ. നേരത്തെ നിങ്ങളോടൊക്കെ ഒരു മതിപ്പുണ്ടായിരുന്നു, അത് അവർ തന്നെ രണ്ടുപേരും ഇല്ലാതാക്കി. ഇപ്പം നിങ്ങളും ഇല്ലാതാക്കി. കൊള്ളാം. കേസ് ഫയൽ ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അവസാനം ഫെമിനിസം ഫൈനൽ എക്സ്പ്ലനേഷൻ. എൻ്റെ ഇപ്പം അവസാനം വന്നിട്ട് ഞാൻ ചാനൽ നിർത്താൻ പോകുന്നു. ഇതാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടില്ല ചാനൽ നിർത്തണമെന്നോ അല്ലെ നിർത്തിക്കണമെന്നോ. ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. സ്വയമേ വരുത്തി വെച്ച വിനയല്ലേ, സ്വയം അങ്ങ് അനുഭവിച്ച് തീർക്കുക. എത്രയേ പറയാനുള്ളൂ. എന്തിനാ ഇന്നൊന്നും ഇട്ടതൊന്നും അല്ലല്ലോ. 3 വർഷം മുമ്പ് ഇട്ട ഫോട്ടോ ഇപ്പം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്? ഒരാവശ്യമില്ല. ഒരാവശ്യമില്ലാതെ ഓരോ കോൺട്രവേഴ്സി ഇങ്ങനെ ഉണ്ടാക്കി റീച്ച് കൂട്ടി ഇങ്ങനെ പോകണം. അതല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഹെൽപ്പിങ്ങിൻ്റെ പേരിൽ ഞാനൊന്ന് കേട്ടതാ, ഞാനൊന്ന് അനുഭവിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ എന്തോ ശരിക്കും പറഞ്ഞ് ഇതിനൊക്കെ പറയണ്ടത്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഇനി ഒരു വാർത്തയും വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.